കൃഷ്ണ എന്നും തൊഴുന്നേ നിൻ ശ്രീപാദം. ഗോമേതകരത്ന തളിപുഷ്പതളകൾ ഗോപികൾ ചാർത്തും പാദം സന്താന ഗോപാല കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു അമ്മച്ചിയുടെ വയസ്സാകാലത്തെ ചെറിയ ചെറിയ കുഞ്ഞാറ്റ കളികളാണ് നിങ്ങൾ കാണാൻ പോകുന്ന സുഹൃത്തുക്കളെ. അമ്മച്ചി രാവിലെ കൃഷ്ണന്റെ ഭരണിപ്പാട്ടും എന്നാൽ വൈകിട്ട് അമ്മച്ചിയുടെ ഭരണിപ്പാട്ടുമാണ് ഇവിടെ നടക്കുന്ന സുഹൃത്തുക്കളെ. അമ്മച്ചിയുടെ ഭരണിപ്പാട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കാണാനായിട്ട് കിടക്കുന്നത് എന്താ, വയസ്സാകാലത്ത് എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ഇരുന്നൂടെ പറട്ട കളവിക്ക് വയസ്സാകാലത്തിന് ഇതൊക്കെ വേണോ? എന്തിൻ്റെ കടിയാ അമ്മച്ചി? വയസ്സാകാലത്ത് ഇനി ഡെഡ് ആകുമ്പോൾ വായിക്കരിയിടാൻ ചെറുമക്കളെല്ലാം വരണ്ടേ? വരാൻ വേണ്ടിയിട്ട് അവർ ആ രീതിയിൽ അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കണ്ടേ? അല്ലാണ്ട് അമ്മച്ചിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അവരാധിച്ച് നടന്നു കഴിഞ്ഞാൽ വായിക്കരിയിടാൻ പോലും ആരും വരില്ല. അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും ചിന്തിച്ചൂടെ? എന്തുവാടെ അമ്മച്ചിമാരൊക്കെ ഇങ്ങനെ കളത്തിലിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇതെവിടെ പേടിച്ചിരിക്കും? എന്തായാലും രാവിലെ കൃഷ്ണന്റെ പാട്ടും പാടി കൃഷ്ണ കണ്ണ മുകുന്ദ ഗോവിന്ദ എന്നൊക്കെ പറഞ്ഞ് പാടും. വൈകിട്ടാകുമ്പോൾ അമ്മച്ചി നേത്തുരാത്രിയമ്മ തൂക്കം പോച്ച് സുമ്മ ഓയ ബേബി ഓയ എതുക്ക് നീയും ഓയ அப்படி போடு 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 அஸ்தி போடு கண்டாலே இந்த வயசு போதுமா இன்னும் கொஞ்சம் வேணாமா அந்த மாதிரி தான் അമ്മച്ചി വന്നിருக்கு. അമ്മച്ചിയുടെ ഡാൻസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, പെരളെല്ലാം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മച്ചിക്കൊരു ഓന്തെങ്കിലും കയറിയില്ലെങ്കിൽ അമ്മച്ചിക്ക് ഉറക്കം വരില്ല. മിക്കവാറും വീട്ടിലെ പട്ടി കുതിര എല്ലാം അമ്മച്ചിയുടെ കൂടെ ആയിരിക്കും. അത്രയ്ക്ക് അമ്മച്ചി ഭയങ്കര സെറ്റ് ടീമാണ്, ഒരു രക്ഷയില്ലാത്ത ടീമാണ്. അമ്മച്ചിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. വയസ്സാം കാലത്ത് കളവി കാണാം. അമ്മച്ചിക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് എൻ്റെ ഈ വീഡിയോ ഫുള്ള് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അമ്മച്ചിയുടെ ഫാൻസ് അസംബിൾ ആയിക്കോ, പെട്ടെന്നായിക്കോ, അല്ലെങ്കിൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. കാരണം അമ്മച്ചി ആ ലെവലിലാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതോ മീശ വെച്ച ചേട്ടനെ എടുത്ത് റിയാക്ട് ചെയ്യാണ് അമ്മച്ചി ആദ്യം. നമുക്ക് അതാദ്യം ഒന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി ആരംഭിക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാനും ഒക്കെ മറക്കണ്ട. നമുക്കും വല്ല ഞം കിട്ടണ്ടേ? എന്തുവാ നിങ്ങളിങ്ങനെ ഒരു സ്നേഹമില്ലാത്ത പോലെ? അമ്മച്ചി തുടങ്ങിയാട്ടെ, പറ. അത് ചേച്ചി എന്താ അങ്ങനെ അമ്മച്ചി ഉദ്ദേശിച്ചത്? നിന്റെ പെണ്ണും പിള്ളക്ക് ഇത് അലർജി അല്ല, കഞ്ഞങ്ങനെ അതൊന്നുകൂടി കാണീര്. അതാണ് നിനക്ക് കളിക്കാനാ കടിക്കാനാ തരാത്ത? എന്താ അമ്മച്ചി? അമ്മച്ചി ഇപ്പോഴും വയസ്സാണാലോ ഓൾ സ്റ്റൈലും അഴകും ഇന്നെ പോണവില്ലെന്ന് പറഞ്ഞ് പടയപ്പേല് പറഞ്ഞതോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇപ്പോഴും മധുര 17 എന്ന് പറഞ്ഞും കൊണ്ട് അമ്മച്ചി കളത്തി ഇറങ്ങിന്ന് കളിക്കുക. ഏത് അത് ഒന്നുകൂടി പറ കേക്കട്ടത്. അങ്ങനെ അതെ ഞാൻ കേട്ടത് തന്നെ. അതായത് പെണ്ണും പിള്ളക്ക് മീശ അലർജി ആയതുകൊണ്ടാണ് ഈ താഴെ ഇരിക്കണ ഈ ചേട്ടന്, ഓക്കെ, ഈ മീശ വെച്ച ചേട്ടന് കളിക്കാൻ തരാത്തെന്ന് പറഞ്ഞും കൊണ്ട് അത് മീശ പിടിയിട്ടി ആ പ്രോസസ്സിൽ മീശ കുറച്ച് വിഷയമാണ്. ഓക്കെ, അതുകൊണ്ടാണെന്ന് പറഞ്ഞും കൊണ്ടാണ് ചേച്ചി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്ന സുഹൃത്തുക്കളെ. ഒന്നും പറയില്ല, ചേച്ചി അതേ മീശ വരച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും വയസ്സാകാലത്ത് വായിക്കരിയുടെ ആരും വരൂല എന്ന് കൺഫേം ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന് ചോദിക്കാനും പറയാൻ ആരും ഇല്ല എന്നും തോന്നുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വിടല വർത്തമാനം വന്നത് പറയത്തില്ല. എന്തുവാ സംഭവം? അമ്മച്ചി വയസ്സാകാലത്ത് മറ്റേ ഇതിലെ പെറ്റിക്കോട്ടിൻ്റെ ചോപ്പ് വാങ്ങിച്ചിട്ടോണ്ട് ഇറങ്ങിയിരിക്കണേ. ഏത് ചോക്ലേറ്റിലെ രാജുവേട്ടൻ ഇടുന്ന ആ ഒരു പെറ്റിക്കോട്ടിൻ്റെ റെഡ് വാങ്ങി ഇറങ്ങിയിരിക്കുകയാണ്. റെഡാ ഓറഞ്ചാ കണ്ണും പിടിക്കണില്ല. കോപ്പ് വയസ്സായത് എനിക്കാ. സുജാത സിക്കെ പറ. ചേച്ചി ചേച്ചി എന്ന് വിളിക്കാനുള്ള പ്രായമൊന്നുമില്ല, നിങ്ങൾക്ക് അമ്മച്ചിയായി. അമ്മച്ചി, നമ്മുടെ ഇവിടെ നാട്ടിൽ പട്ടി ശല്യം ഇടയ്ക്കിടയ്ക്കുണ്ട്. രാത്രി എങ്ങാണ്ട് കാലഘട്ടങ്ങളിൽ ഇവിടെ ഒന്നൊന്ന് പാടാമായിരുന്നെങ്കിൽ ആ ശല്യന്മാരെ കിട്ടിയെന്നെ സത്യമായിട്ട്.
ഒന്നും പണയണില്ല. ഞാൻ പണഞ്ഞെന്നായിപ്പോൾ. ആ വീണ്ടും ചേച്ചി എത്തിയില്ലോ. ചേച്ചിക്ക് എന്താ പ്രശ്നമുണ്ട്? പറ അമ്മച്ചി പറ. ചേട്ടന്റെ ഒന്ന് നേരെ നിർത്ത്. എന്തോ അമ്മച്ചിക്കൊന്ന് കാണിച്ചോട്, ഫോട്ടോ എടുത്ത് അയച്ചോട് കേട്ടോ. വിടല്ലേ അമ്മച്ചി അത്രയ്ക്ക് ഈ പ്രായത്തൻ ജില്ലനെ നിൽക്കുന്നുണ്ടെങ്കിൽ ചേട്ടനും ജില്ലനെ നിൽക്കണം. കട്ടൊക്കെ പിടിച്ചിരിക്കണം. വിടരുത്. അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും പിടിച്ചിരുത്തണം. പറ്റും ചേട്ടൻ പറ്റും. കുതിരത്തൈലം വാങ്ങി തരും. ഞാൻ വിചാരിച്ച് ഞാനായിരിക്കും ചീത്ത വിളിക്കാൻ ബെസ്റ്റ്. തീർന്നു. ആ ഒരു കോൺഫിഡൻസ് അങ്ങ് ചോർന്നു പോയി എനിക്ക് പെട്ടെന്ന് ഒരു നിമിഷം. സത്യം ഒന്നുമില്ല. ഞാനൊക്കെ അത് വെച്ച് നോക്കുമ്പം കുളന്ത LKG കയറിയതേ ഉള്ളൂ. അമ്മച്ചി PhD എടുത്തിട്ടാണ് നിൽക്കുന്നത്. മിക്കവാറും പ്രൊഫസറാവും. എവിടത്തെ ചീത്ത വിളിയുടെ ഒരു രക്ഷയില്ല. അമ്മച്ചി ഒരു കലാപ്രതിഭ തന്നെയാണ്. അമ്മച്ചിയെ പോലത്തെവരാണ് ഈ നാടിൻ പൊന്നാക്കന്നായി മുത്താനമ്മായി മുത്താരമ്മ ഇരുട്ടിൻ സുത്തി വെച്ച സുക്കാടിയമ്മ സുക്കാടിയക്ക. ഒന്നുകൂടി വിളി, ഞാൻ കേക്കട്ട്. കൊച്ചു പിള്ളേരൊന്നും കാണില്ല എൻ്റെ വീഡിയോ. ചേട്ടാ അത് മാത്രം വിട്ടു കൊടുക്കരുത്. ഇത്രയും മീശയുണ്ട്. ഈ മീശ നിർത്തിയിരിക്കുന്ന പോലെ ചേട്ടൻ അത് നിർത്തി കാണിച്ചു കൊടുക്കണം അമ്മച്ചിക്ക്. സത്യം അമ്മച്ചി കാണട്ടെ. അത് കാണാനുള്ള കൊതി കൊണ്ടാണ് ചോദിക്കുന്നത്. നീ ഒന്ന് നേരെ നിർത്തി കാണിക്കടാന്ന്. എന്നാ വെച്ചെടുക്ക്. നിങ്ങൾ ബസ്സിൽ അങ്ങോട്ട് ഗുളു 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 എന്ന് പറഞ്ഞ അങ്ങോട്ട് ഗുളിസതിക്ക് ആസ്വദിക്ക്. കപ്പയല്ലേ നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയുന്നതായിരിക്കും. അമ്മച്ചി ഉദ്ദേശിച്ചത് വേറെ അർത്ഥമാ. ഒന്നും പണയാനില്ല. പണ ടാർക്ക് നിന്റെ 2 മീശ എടുത്തിട്ട് നിന്നെ ചുറ്റിക്കെട്ടി വലിക്കോ? ഏതങ്ങനെ അമ്മച്ചി? ഒരു രക്ഷയില്ല. നിങ്ങളെ കില്ലാടി തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഞാനൊന്നുമല്ല. ഞാനാരാ ഇതൊക്കെ കേൾക്കുമ്പോ? ഞാനൊന്നൊന്നുമല്ലെന്നേ. അല്ലാത്തോണ്ടാ പറഞ്ഞത്. ഞാൻ തോറ്റ്. വേറെന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്. ഓ പറ. പാട്ടിന് പാട്ട്, പൊക്കിക്കാണിക്കല്, തള്ളക്ക് വിളിക്ക് എന്ന് പറഞ്ഞ് കുറച്ച് കാണില്ല. അതുക്കും മേലെ ഒരു രക്ഷയില്ല. Once more, sing a song again. Oh yeah. അത് സത്യ. പാലാഴി കടഞ്ഞെടുത്ത ഒരഴകാണു നീ. ഓ എന്നാ വരികൾ വയലാർ എഴുതോ ഇതുപോലെ. പാലാഴി കടഞ്ഞെടുത്ത അഴകാണു നീ. പാട്. കാഞ്ചന ചിലമ്പണിഞ്ഞ കലയാണു നീ ആരടി തക്കൊടുവാവി. അമ്മച്ചിയാണാലും അഴകും ശൈലി മിന്നും പോണവേ ഇല്ലേ. പോകാതെ നീ ഇരുന്നാ ഞാനിരുപ്പേ. അമ്മച്ചി എന്താ ഇത്? ഓ പാണ, ഇതെന്താ സംഭവം? അമ്മച്ചി അത് തേങ്ങയും ഈ മറ്റേ ഇതെന്തുവാ സംഭവം? ഇതെന്ത് ടീ? അമ്മച്ചിക്ക് ഇത്രയും വലുതൊക്കെ കാണുമ്പോ എന്താ ഇത് ഇളക്കം?
എന്തോ ഒരു ഇളക്കം, ഇതെന്തോ കിഴങ്ങാക്ക്, അതാ അമ്മിക്കുഴവിയെ, എന്തോ ഇതെന്താ സംഭവം, ഇതെന്താണെന്ന് മനസ്സിലായവരൊന്ന് താഴെ കമന്റ് ചെയ്യട്ടെ. ഞാൻ ഇങ്ങനത്തെ ഒരു കിഴങ്ങ് കണ്ടിട്ടില്ല, ഇതെന്ത് സാധനം? എന്തായാലും അമ്മച്ചി ജത്തി വെച്ചതെന്ന് തോന്നുന്നു. എന്തായാലും അത് കാണുമ്പോൾ അതിനെ തലോടുന്നത് കണ്ടോ, ആ ഒരു ഉത്സാഹം നിങ്ങൾ കണ്ടോ? ശ്രദ്ധിച്ച് നോക്കൂ, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? കണ്ട ആ തടവലിലുണ്ട് ആ ഒരു സ്നേഹം. തേങ്ങയോ? ഓ, തേങ്ങ തിരുവന്നോ? തൊച്ചിവിക്കോ? ഇതെന്താ സംഭവം? കുക്കിംഗ് ആണോന്ന് തോന്നുന്നു. ആയിക്കോട്ടെ. ആ, നല്ലതാ, കുക്കിംഗ് ഒക്കെ ഇടക്കിടക്ക് ചെയ്യുന്നതല്ല. ആ, അമ്മിക്കഴവിയിലാണല്ലേ അരയ്ക്കുന്നത്, ചുമ്മാ അല്ല. വയസ്സാണാലും ഇതെന്താ ഇതെന്താ പശുവാ? എന്തായാലും കൊള്ളാം. അമ്മിക്കുഴവിയാണോ? ഇതെന്താണ് തടവിയ സാധനം? പിടികിട്ടുന്നില്ല. എന്തോ എടുത്ത് വെച്ച് തടവുന്നുണ്ട് കാര്യമായിട്ട്. ഇനി എന്തോ കാര്യമായിട്ട് പറയാനായിട്ട് വരുന്നുണ്ട്, കാണാം. ഓ ഹലോ, പിന്നെ സന്തോഷമായിട്ടിരിക്കുന്നു. സന്തോഷമല്ല? ഓക്കെ, പറഞ്ഞ ഇത് എവിടെ ഫാൻസി ഡ്രസ്സിന് കെട്ടി ഒരുങ്ങി പോണത്? അതിരിക്കട്ടെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഓടി പോണം കേട്ടാ. ചെയ്തേ പറ്റത്തുള്ളൂ, അത്യാവശ്യം. എന്തായാലും അമ്മച്ചി ചെയ്യണവരെല്ലാം ചെയ്യണേ. ഞാൻ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡാൻസ് കളിച്ചാണ് ചെയ്യാം. സത്യം ഉള്ള കാര്യം പറഞ്ഞു. വയസ്സാം കാലത്ത് കെട്ടി ഒരുങ്ങി എവിടുന്നള്ളി എങ്ങോട്ടോ നോക്കട്ടെ. കിട്ടില്ല വീഡിയോ ഞാൻ കണ്ടു. ഞാൻ പൊയ്കയിൽ വാചാലം. ഓ ആയിക്കോട്ടെ, നല്ല നല്ല വീഡിയോ സെറ്റൊക്കെ വരണം. വളരെ നല്ല വീഡിയോ ആണ് അമ്മച്ചിയുടെ വീഡിയോ. അമ്മച്ചിയുടെ വീഡിയോ കാണുമ്പോൾ അടിവയറ്റിൽ ആസിഡ് വീണൊരു സുഖം കിട്ടുന്നുണ്ട്. ഇതുപോലത്തെ വീഡിയോകൾ ഇനിയും കണ്ടിന്യൂ ചെയ്യണം. തള്ളക്ക് വിളിക്ക് തള്ളക്ക് വിളി, പൊള്ളക്ക് വിളിക്ക് പൊള്ളക്ക് വിളി, അപരാധത്തിന് അപരാധം. അതിൽ വയറിൽ കൂടിയുള്ള ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടില്ല, ഒന്നുകൂടി കണ്ടു നോക്കും. ഞാൻ കാണിച്ചു തരാം. ആദ്യം ഞാൻ വച്ചില്ല ഇൻട്രോയിൽ അന്ത ഡാൻസ്. കൃഷ്ണ കാള പാടുമോ ഇതുപോലെ? അമ്മാതിരി അഴകിലല്ലേ അമ്മച്ചി പാടുന്നത്. ഇത്രയും അഴകിൽ പാടാൻ കാളയ്ക്ക് സാധിക്കുമോ? അമ്മാതിരി രാഗങ്ങൾ 14 ഇവര് തന്നെ കൊണ്ടുപോയി. അമ്മാതിരി പാട്ട്. ഇനി വേറൊരു ചേച്ചിയെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, മാസ്ക് ഒക്കെ വെച്ച് വന്നിരിക്കുകയാണ്. ചേച്ചിയുടെ ഡയലോഗ് കേൾക്കണം. എടാ ഇതൊക്കെ ചേച്ചി. മെമ്പർഷിപ്പ് ലൈവിൽ പണ്ടത്തെ പോലെ ചേട്ടനെ ഉണ്ടോ? ചേട്ടനെ കൂടെ മെമ്പർഷിപ്പ് ലൈവിൽ ചേട്ടനോ? ഞാൻ മതിയോ? പണ്ടത്തെക്കാൾ നമുക്ക് വിപുലമാക്കണ്ടേ? വിപുലമാക്കണം. പണ്ടത്തെ എങ്ങനെയായിരുന്നു ഞാൻ കണ്ടില്ല. എന്തായാലും ഇനിയുള്ളതൊക്കെ വിപുലമാക്കണം. ഇങ്ങനെയൊന്നും ഇരിക്കാൻ പാടില്ല. വിപുലമേ വിപുലം. അസത്വമാ സദ്ഗമയ അതുപോലെയാണ്. വിപുലമേ വിപുലം ദമതോമാ ദിലവൽ വിപുലമാക്കണം. നമ്മ ആഗ്രഹിക്കുന്നു. മെമ്പർഷിപ്പ് ഒരു 30 മിനിറ്റ് എങ്കിലും പ്ലീസ്. ഓക്കെ, വരാം. എന്തായാലും മെമ്പർഷിപ്പ് ലൈവാണ്. 3K. മെമ്പർഷിപ്പ് ലൈവ് 30 മിനിറ്റിലൊന്നും നിൽക്കത്തില്ല. കുതിരശക്തി അടിച്ചു വരുന്നവർക്കൊരു 1.5 മണിക്കൂറെങ്കിലും വേണ്ടേ? അതുകൊണ്ട് മെമ്പർഷിപ്പ് ലൈവ് ഒരു 1.5 മണിക്കൂറെങ്കിലും വെക്കണം. എന്തുവാണ് ഇവിടെ നടക്കുന്നത്? ഞാനിത് ഏത് യൂണിവേഴ്സിലാണ് എത്തിപ്പെട്ടത്? അമ്മച്ചിമാര് ഒരു അപരാധവും കാണിച്ചിറങ്ങിയിരിക്കുകയാണ്. ഇതൊക്കെ എവിടെ പോയി ഇടിച്ചിരിക്കുമെന്ന് ഒരു പിടിയും കിട്ടില്ല. അമ്മച്ചിമാർക്ക് വയസ്സാങ്കാലത്ത് പേരക്കുട്ടികളെയും കളിപ്പിച്ച് വീടുകളിലിരുന്ന് വല്ല ചമ്മന്തി അരച്ച് തിന്നുകൊണ്ടിരിക്കണമെന്നില്ല. കുൽസിതത്തിനും അപരാധത്തിനും പള്ള വിളിക്കും തന്തയ്ക്ക് വിളിക്കും ഒക്കെ ആയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അമ്മച്ചിമാരിപ്പോൾ യൂണിവേഴ്സ് വേറെയാ. അമ്മച്ചിയാണേ ഉള്ള കാര്യം പറയാം. ഇവരൊക്കെ ഇമാതിരി യൂണിവേഴ്സ് പിടിച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഫീൽഡ് ഔട്ട്. പിന്നെ നമ്മളെയൊന്നും ആർക്കും വേണ്ട. ഇതിപ്പം രണസുനെയൊക്കെ കടത്തി വിട്ട്, രണസുനൊന്നുമല്ല കഥം. രണസുനെയൊക്കെ അത് വിട്, അത് പൊട്ടെ, അത് വേറെ യൂണിവേഴ്സ്. അത് ആ യൂണിവേഴ്സിന്റെ മറുപുറം ഇത്. അമ്മച്ചിമാർ വരെ ഇറങ്ങിയിരിക്കുകയാണ്. പിന്നെ ലാസ്റ്റ് എടുത്തിയെ കാണിച്ചിട്ടില്ല, മാസ്ക് ഒക്കെ വെച്ച് വന്നിരിക്കുകയാണ്. കൊച്ചു കള്ളി അവരാധിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക. അങ്ങനെ 30 മിനിറ്റ് മെമ്പർഷിപ്പ് അവൾ അതുവഴി പോകുന്നു. അമ്മച്ചി വേറൊരു വഴിയിൽ അപരാധിക്കുന്നു. നമുക്കൊന്നും ദൈവമൊന്നും തന്നില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനും അപരാധിച്ചെന്ന്. തന്നില്ലോ, ഉള്ളത് കൊണ്ട് പോകണം പോലെ.
എന്തായാലും വയസ്സാങ്കാലത്ത് അമ്മച്ചിയാണാലും ഒന്ന് അഴകും സ്റ്റൈലും മിന്നവും പോണവേ ഇല്ല. അത് യൂണിവേഴ്സാണ്. ഞാൻ ഉള്ള കാര്യം പറയാം, നാണം കെട്ട് നാറി. ഇതെന്തുവാടാ ഇതെന്തൊക്കെയാ നടക്കുന്നത് ഇവിടെ? അപരാധങ്ങൾ കൂടിക്കൂടി വരുന്നു. കണ്ണി കണ്ട അപ്പം റിപ്പോർട്ട് അടിച്ചു വേണം, വിടരുത്. ഉള്ള കാര്യം പറയാം. ഇതൊക്കെ എന്തുവാ? വയസ്സായ കുഴി കാലും നീട്ടിയിരിക്കുന്ന കിളവികൾ വരെ ഇപ്പം മെമ്പർഷിപ്പും തുടങ്ങി സബ്സ്ക്രിപ്ഷനും തുടങ്ങി ഇറങ്ങിയിരിക്കുകയാണ്. കുഴിയിൽ ഇപ്പം വീഴുവോ കാലം കയറും കൊണ്ട് ഇട്ടുകൊണ്ടിരിക്കണം. വാ കിളവി പറട്ട കിളവി വാ പോവാന്ന് പറഞ്ഞിരിക്കുന്ന ടീമുകൾ അടക്കം ഇപ്പം ഇമാതിരി പരിപാടിയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഈ പ്രായത്തിൽ ഇങ്ങനെയാണെങ്കിൽ ചെറു പ്രായത്തിൽ എങ്ങനെയായിരുന്നിരിക്കും? അയ്യോ, ഓർക്കാൻ പോലും വഴിയ പഴയ പോൺ സ്റ്റാറുകൾ ആ സെറ്റപ്പ് ആയിരുന്നിരിക്കും. ഒന്നും പറയാനില്ല. ഞാനെന്ത് പറയാം, ആരോട് പറയാം? നമ്മൾ റിപ്പോർട്ട് അടിക്കുക, ബ്ലോക്ക് അടിക്കുക, പോവുക. കുട്ടികളുടെ കണ്ണിൽ ഇമാതിരി അപരാധങ്ങളൊന്നും പെടാതിരിക്കട്ടെ. നമുക്കതേ ഇപ്പം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഇതിനൊക്കെ ഒരു അറുതി വരണം. പുതിയ ഗവൺമെൻറ്റൊക്കെ ഭരണത്തിൽ വന്നിട്ടുണ്ടല്ലോ. ഇവിടെ നിന്നൊക്കെ നമ്മുടെ കേരളത്തിലെന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ഇതൊക്കെ ബാൻ ചെയ്ത് കളയാനുള്ള ഒരു ഇതുണ്ടാക്കണം. നമ്മുടെ രാജ്യത്ത് തന്നെ പണ്ട് ടിക്ടോക്കൊക്കെ ബാൻ ചെയ്തില്ലേ, അത് ഓരോന്നിനും ഓരോ സമയമുണ്ട്. കുറച്ചുകൂടിയൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ വളർന്നു വരുന്ന പുതുതലമുറയ്ക്ക് നല്ലതിന് വേണ്ടിയിട്ട് ഇത്തരം അപരാധങ്ങൾ ബാൻ ചെയ്യണം. ബാൻ ചെയ്താൽ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. കിളവികൾ വരെ ആട്ടത്തിന് ഇറങ്ങിയിരിക്കണം. അവസ്ഥ ആലോചിച്ച് നോക്ക്. വീട്ടിൽ ചോറും കറിയും വെച്ചിട്ട് കമന്ന് നടന്ന് ഉറങ്ങി വല്ല ടി വിയും കണ്ട് രാമായണം ജപിച്ച് അല്ലെങ്കിൽ 2 ജപവും ജപിച്ച് ഇരിക്കേണ്ട അമ്മച്ചിമാർ വരെ മെമ്പർഷിപ്പും അപരാധമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കൊള്ളാം, ഒന്നും പറയാനില്ല. സർവമേ മായം. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.